ഹായ് ഹലോ ലേൺ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. ഒരു പെൺകുട്ടിയുടെ ഉള്ളിൽ നിങ്ങളോട് പ്രണയം മുട്ടിട്ടിട്ടുണ്ടെങ്കിൽ അവൾ അത് തുറന്നേ പറയത്തില്ല. പക്ഷെ അവളുടെ ഉള്ളിലുള്ള പ്രണയം കണ്ടുപിടിക്കുക എന്ന് പറയുന്ന ഒരു ഹെവി ടാസ്ക് തന്നെയാണ്. ഇത്തരത്തിൽ പറയാത്ത പ്രണയം, അതായത് ഒരു പെൺകുട്ടിയുടെ ഉള്ളിൽ നിങ്ങളോട് പ്രണയമുണ്ടെങ്കിൽ അത് നിങ്ങൾ പുരുഷന്മാർക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ചധികം സൈനുകളുണ്ട്. അതായത് ഈ സൈനുകൾ എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ സൈനൊക്കെ എന്താണ് എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പൊസസീവ്നെസ് ആണ്. അതായത് നിങ്ങളെ ഏതെങ്കിലും ഒരു പെൺകുട്ടി രഹസ്യമായിട്ട് പ്രണയിക്കുന്നുണ്ടെങ്കിൽ അവൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കുറച്ച് പൊസസീവായിരിക്കും. അതായത് നിങ്ങളിപ്പോൾ നിങ്ങളുടെ വേറെ ഏതെങ്കിലും ഒരു ഗേൾ ഫ്രണ്ടുമായിട്ട് നിന്ന് സംസാരിക്കുമ്പോഴത്തേക്കും ഈ ഒരു പെൺകുട്ടിക്ക് അത് ഒട്ടും സഹിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അവൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. ആ ഒരു ദേഷ്യം അവൾ നിങ്ങളുടെ അടുത്തോ അല്ലെങ്കിൽ അവളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തോ കാണിക്കുക. പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾ വേറെ പെൺകുട്ടികളായിട്ട് സംസാരിക്കുമ്പോഴും ഈ ഒരു ദേഷ്യം അവളുടെ ഉള്ളിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ തന്നെ വിചാരിക്കും, ഇവൾ എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്. എന്നിട്ട് അവൾ ചോദിക്കും, എന്തായാലും ഇത്രമാത്രം സംസാരിക്കാൻ വേണ്ടിയിട്ട് നീ എന്തിനാ ഏത് സമയം അവളോട് സംസാരിക്കുന്നത് തുടങ്ങി. ഇങ്ങനത്തെ ക്വസ്റ്റ്യനുകളും അവൾ ചോദിക്കും. ഇങ്ങനെയൊക്കെ ഏതെങ്കിലും ഒരു പെൺകുട്ടി നിങ്ങളോട് ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു പൊസസീവ്നെസ് നിങ്ങളെടുത്ത് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാവുന്നതാണ് ആ ഒരു പെൺകുട്ടി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് എന്ന്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമതായിട്ട് ഒരു പെൺകുട്ടിയുടെ ഉള്ളിലുള്ള പ്രണയം നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന സൈൻ എന്ന് പറയുന്നത് സ്മൈലിംഗ് ആണ്. അതായത് ആ ഒരു പെൺകുട്ടിയുടെ ചിരി. നിങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ ഒക്കെ ആ ഒരു പെൺകുട്ടി ഇങ്ങനെ ചിരിച്ചുകൊണ്ടേ നിൽക്കത്തുള്ളൂ. എപ്പോഴും ഭയങ്കര ഹാപ്പി ആയിരിക്കും നിങ്ങളോട് സംസാരിക്കുമ്പോൾ. ഇത്തരത്തിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പെൺകുട്ടി നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നിന്ന് കേൾക്കുന്നുമുണ്ട്, എന്നാൽ നല്ല രീതിയിൽ ചിരിക്കുന്നുമുണ്ട്. ആ ഒരു സന്തോഷം നിങ്ങൾക്ക് അവളുടെ മുഖത്ത് കാണാനും പറ്റും. ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടി നിങ്ങളോട് ഇങ്ങനെ പെരുമാറുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നതാണ്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഒരു ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ വീഡിയോക്ക് ലൈക്കും കൂടി ചെയ്യണേ. മൂന്നാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, നിങ്ങളുടെ ഇഷ്ടങ്ങളായിരിക്കും അവളുടെയും ഇഷ്ടം. അതായത് നിങ്ങളിപ്പോൾ അതായത് യാത്ര പോകാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് എങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ ആ ഒരു പെൺകുട്ടിയോട് പറയുമ്പോൾ പിന്നെ അതായത് പിറ്റേ ദിവസം മുതൽ അവൾക്കും ഇഷ്ടം ട്രാവലിംഗ് ആയിരിക്കും. പിന്നെ നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ, അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഫുഡ് ഇതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ മുതൽ അവളുടെ ഫേവറേറ്റ് ആ ഒരു ഫുഡായിരിക്കും. ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടി നിങ്ങളുടെ ഇഷ്ടങ്ങളൊക്കെ ഫോളോ ചെയ്ത് നിങ്ങളുടെ കൂടെ നടപ്പുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നതാണ്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കാര്യം. ഇനി നാലാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. നാലാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സായിരിക്കും ആ ഒരു പെൺകുട്ടി ധരിക്കത്തുള്ളൂ. അതായത് നിങ്ങളിപ്പോൾ ആ ഒരു പെൺകുട്ടിയായിട്ട് സംസാരിക്കുന്ന ടൈമിൽ പറയുകയാണ്, എനിക്ക് സാരി ഉടുത്ത പെണ്ണുങ്ങളെയാണ് ഒരുപാട് ഇഷ്ടം, അല്ലെങ്കിൽ ചുരിദാറൊക്കെ ഇട്ട് മുടിയൊക്കെ അഴിച്ചിട്ട് അങ്ങനെ നടക്കുന്ന പെൺകുട്ടികളെയാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം അവൾ പിന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് വരിക ഇങ്ങനെ സാരിയോ അല്ലെങ്കിൽ ചുരിദാറോ നിങ്ങൾ ഏത് ഡ്രസ്സാണ് പറയുന്നത് ആ ഒരു ഡ്രസ്സ് ഇട്ടിട്ടായിരിക്കും. പിന്നെ ഇതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് കളറും അവൾ ചോദിക്കും. പിന്നെ ആ ഒരു കളറിലുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടായിരിക്കും നിങ്ങളുടെ അടുത്തേക്ക് വരിക. നിങ്ങളെ ഒന്ന് ഇമ്പ്രസ് ചെയ്യിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ അട്രാക്ഷൻ കൂടുതലായിട്ടും ആ ഒരു പെൺകുട്ടിക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പറയുന്ന ഡ്രസ്സിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ആ ഒരു പെൺകുട്ടി വരുന്നത്. ഇങ്ങനെ ഏതെങ്കിലും ഒരു പെൺകുട്ടി ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോണം ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്ന്. ഇതാണ് നമ്മുടെ നാലാമത്തെ കാര്യം. ഇനി അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. അഞ്ചാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, കോംപ്ലിമെൻറ്റ്സ് ആണ്. അതായത് നിങ്ങളുടെ എന്ത് കാര്യത്തിനും ആ ഒരു പെൺകുട്ടി ഓവറായിട്ട് നിങ്ങളെ കോംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അതായത് നിങ്ങളൊരു നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 100 കോംപ്ലിമെൻറ്റ് ആ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് തരും. ഇത്തരത്തിൽ നിങ്ങൾ എന്ത് ചെയ്താലും ഈ ഒരു പെൺകുട്ടി സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളെ കോംപ്ലിമെൻറ്റ് ചെയ്ത്, അതായത് നിങ്ങളെ അഭിനന്ദിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നതാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിന് വലിയ കോംപ്ലിമെൻറ്റ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം അത്രയും നിസ്സാരമായിട്ടുള്ള ഒരു സിമ്പിൾ കാര്യമായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ ഒട്ടും കോംപ്ലിമെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നും പ്രതീക്ഷിച്ചിട്ടായിരിക്കില്ല അത് ചെയ്യുന്നത്.
എന്നിരുന്നാലും ഈ ഒരു പെൺകുട്ടി ഇതൊക്കെ കണ്ടറിഞ്ഞിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് കോംപ്ലിമെൻറ്റ്സ് ഒക്കെ നൽകി നിങ്ങളുടെ ഒപ്പം തന്നെ നിൽപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ആ ഒരു പെൺകുട്ടി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയി തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടം തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, വീഡിയോക്ക് ലൈക്ക് കൂടി ചെയ്യണേ. അപ്പോൾ അടുത്ത ദിവസം ഇതിലും നല്ലൊരു കിടിലൻ ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.